നിർത്തുകയും നിങ്ങൾ വാഹനത്തിൽ വരികയും ചെയ്യുന്നു എന്നുള്ളൊരു വിമർശനം നിൽക്കുന്നുണ്ട് സമരം തുടങ്ങിയപ്പോ തന്നെ. ആരാ പറഞ്ഞ? അപ്പൊ അതൊരു തെറ്റായിട്ട് തോന്നുന്നില്ലേ? തോന്നുന്നില്ല. അതെന്താ? അല്ല, ഒരു ഹർത്താലാകുമ്പോഴേ ഇത് സാധാരണ CPM-ന്റെയും കോൺഗ്രസിനും നടത്താണ്. അന്ന് ഏതെങ്കിലും വണ്ടി വാഹനം ഓടൂ. അപ്പൊ ഈ സാധാരണ എല്ലാ കടകളും അടയ്ക്കാറുണ്ട്. നമ്മൾ വരേണ്ട ആവശ്യമില്ല. നമ്മുടെ ബഹുമാനപ്പെട്ട CM പോകുന്ന പോലെ മേഡത്തിന് അറിയാമല്ലോ. അതുപോലെ നിങ്ങൾക്കും എനിക്ക് പോകാൻ പറ്റുമോ? സോ മെനി ക്വസ്റ്റ്യൻസ് സിംപിളി ചോദ്യ ഉത്തരം രണ്ട് വഴി കൂടെ തന്നെ പോവാ. ഞങ്ങളല്ല മീഡിയക്കാരാണ്. അല്ല അങ്ങനെയല്ല. കാര്യം പറയട്ടെ, മീഡിയക്കാര് വാഹനത്തിൽ വരിക എന്നുള്ളത് നിങ്ങൾ തന്നെ ഏത് സമരമാണെങ്കിലും ഞങ്ങൾ വാഹനത്തിൽ വരാറുണ്ട്. നിങ്ങൾ ഒരു അത്യാവശ്യക്കാരായോണ്ടാണ് ഞങ്ങൾ അത് അനുവദിച്ചേക്കുന്നത്. മീഡിയക്കാരെന്നുള്ള നിലയിൽ നിങ്ങളൊരു ആവശ്യക്കാരാണ്, അതുകൊണ്ടാണ് വെച്ചത്. അതുപോലെ ഒരു ആവശ്യമാണ് കുടിവെള്ളം എന്നുള്ള മനുഷ്യന്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഒരു ചെറിയ വാഹനം എടുത്ത് അപ്പുറത്ത് പോയി വെള്ളം വാങ്ങേണ്ടി വരും. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നമുക്കറിയാം, കേരളം ഇന്ന് ഹർത്താൽ ദിനത്തോടു കൂടിയാണ് തുടങ്ങിയത്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയായിരുന്നു ഹർത്താൽ. വിവിധ ഇടങ്ങളിൽ സംഘർഷ സാഹചര്യമാണ് നിന്നിരുന്നത്. ആശുപത്രിയിലേക്ക് കൂട്ടിരിക്കാൻ പോയ കൂട്ടിരിപ്പുകാരനോട് സമരാനുകൂലി ചോദിച്ചത്, അവിടെ ഡോക്ടർ ഉണ്ടല്ലോ രോഗിയെ നോക്കാൻ, പിന്നെ നിങ്ങൾ എന്തിനാ അങ്ങോട്ട് തള്ളിക്കൊണ്ട് പോകുന്നത് എന്ന ചോദ്യമായിരുന്നു. പരീക്ഷ എഴുതാൻ വൈകിപ്പോയ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ കഴിയാതെ പോയ പലയിടങ്ങളിലുമുണ്ട്. അത് ക്യാൻസർ രോഗിയായിട്ടുള്ള വ്യക്തിയെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയില്ല, നിങ്ങൾ തൽക്കാലം വീട്ടിലേക്ക് പോകൂ എന്ന് പറയുന്നവരുണ്ട്. കൈക്കുഞ്ഞുമായി രാത്രിക്ക് രാത്രി യാത്ര ചെയ്ത് എത്തിയവരെ പിന്നീട് അവരെ വീട്ടിലേക്ക് പോകാൻ പോലും തടസ്സപ്പെടുന്ന രീതിയിലുള്ള നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കട തുറന്നതിന്റെ പേരിൽ കട ബലമായി അടച്ച് കട പൂർണ്ണമായും തകരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വിവിധ ഇടങ്ങളിലാണ് സംഘർഷ സാഹചര്യം ഉണ്ടായത്. ഒരൊറ്റ ആവശ്യം, നിതിൻ രാജിന്റെ ആത്മഹത്യ അല്ലെങ്കിൽ നിതിൻ രാജിന്റെ മരണത്തിൽ കാരണക്കാരനായിട്ടുള്ളവരെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ സമരം നടത്തി കഴിഞ്ഞാൽ അത് ഫലം കാണുമോ എന്നുള്ളതാണ്. സമര അനുകൂലികൾ സാധാരണക്കാരായ ജനങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്ത് വോയിസ് ആണുള്ളത് സമരത്തെ തടസ്സപ്പെടുത്താൻ? നിങ്ങൾ ഞങ്ങളുടെ സമരം പൊളിക്കാൻ വന്നവരല്ലേ, നിങ്ങൾക്ക് റാമിനെ പിടികൂടാൻ സാധിക്കുമോ എന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. ഈ ഒരു വിഷയം തിരുവനന്തപുരത്തൊക്കെ തന്നെ, തമ്പാനൂരും കിഴക്കേക്കോട്ടയും ഒക്കെ തന്നെ വ്യാപകമായുള്ള വാഹന തടയലുകൾ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട മലയാളി വാർത്തയുടെ റിപ്പോർട്ടറായിട്ടുള്ള മേഘ റിപ്പോർട്ട് ചെയ്യാനായിട്ട് അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അപ്പോൾ മേഘ കണ്ടൊരു കാഴ്ചയാണ്, സമരക്കാർക്ക് വെള്ളം കൊടുക്കാനായി വാഹനത്തിൽ വരുന്നു, വെള്ളം കൊടുക്കുന്നു, പോകുന്നു. വെള്ളം കൊടുക്കുന്നതൊന്നും ഒരു തരത്തിലും ഒരു തെറ്റായ കാര്യമല്ല. പക്ഷേ ആശുപത്രിയിൽ കൂട്ടിരിക്കാൻ പോയ വ്യക്തിയോട്, ആശുപത്രിയിൽ പോയ രോഗിയോട്, പരീക്ഷ എഴുതാൻ പോയ കുട്ടികളോട്, ഇവരെല്ലാവരോടും ഇവർ ചോദിച്ച ചോദ്യമുണ്ട്, നിങ്ങൾ എങ്ങോട്ട് പോകുന്നു? നിങ്ങളുടെ സഹോദരനാണ് മരിച്ചതെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പെരുമാറുമായിരുന്നോ എന്നൊക്കെ ചോദിച്ച ഇവർ സമര അനുകൂലികൾക്ക് വേണ്ടി വെള്ളം കൊണ്ടുവരാൻ ഈ വണ്ടി ഉപയോഗിക്കുന്നത്, അപ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വണ്ടി ഉപയോഗിക്കുന്നത് തെറ്റല്ലേ? അത് സമരവുമായി ബന്ധപ്പെട്ട ജനങ്ങൾക്ക് ചില സംശയം തോന്നില്ലേ? അപ്പോൾ അത് തെറ്റില്ല, അത് ശരിയാണോ എന്ന മേഘയുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ മേഘയോട് കയർക്കുന്ന ചില സമര അനുകൂലികളെയാണ് കാണാൻ സാധിച്ചത്. മലയാളി വാർത്ത അന്നോളം 15 ദിവസമായി നിതിൻ രാജുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ എല്ലാ ദിവസവും പരമാവധി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതിൽ പ്രധാനമായും നിതിൻ രാജിനെ പോലെയുള്ള വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽ അധ്യാപകരുടെ വായിൽ നിന്നും വളരെ മോശമായ പെരുമാറ്റ വാക്കുകൾ കേട്ടിട്ടുണ്ടെങ്കിൽ, അധ്യാപകരുടെ മോശമായ പെരുമാറ്റം കാരണം മരണത്തിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ആ നിതിൻ രാജിന്റെ കുടുംബത്തോടൊപ്പം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ തന്നെയാണ് നാളിതുവരെ ഞങ്ങളും വാർത്ത മാധ്യമങ്ങൾ വഴി പുറത്തു കൊണ്ടുവന്നത്. നിതിൻ രാജിനെ മാത്രമല്ല, സിദ്ധാർത്ഥിന്റെ വാർത്ത എടുക്കാം. സിദ്ധാർത്ഥിന്റെ കാര്യത്തിലും സിദ്ധാർത്ഥിന്റെ അച്ഛനോടൊപ്പവും അമ്മയോടൊപ്പം ഒക്കെയാണ് മലയാളി വാർത്ത നിന്നിട്ടുള്ളത്, അന്നും ഇന്നും ഇനി എന്നും എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെയാണ് നിതിൻ രാജിന്റെ കാര്യം. പക്ഷേ ഈ ഒരു പേരിൽ നിതിൻ രാജ് എന്ന മരിച്ചു തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ആ വിദ്യാർത്ഥിയെ ജനങ്ങളെ കൊണ്ട് വെറുപ്പിക്കാൻ നടത്തുന്ന ഒരു ഹർത്താലായി മാറിയിരിക്കുകയാണ്. നിങ്ങൾക്ക് പ്രതിഷേധിക്കാം, പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലോ അല്ലെങ്കിൽ പോലീസ് ആസ്ഥാനത്തോ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലേക്കോ പ്രതിഷേധിക്കാമായിരുന്നല്ലോ എന്നാണ് ചോദ്യം. എന്തായാലും ജനങ്ങളുടെ ഒരു ദിവസത്തെ പൂർണ്ണമായും ബുദ്ധിമുട്ടിച്ചിട്ട് കൊണ്ടുള്ള ഈ ഒരു ഹർത്താൽ ഫലം കാണുമോ എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ. എന്തായാലും മലയാളി വാർത്താ സംഘത്തോട് സമരക്കാർ ചോദിച്ച ചോദ്യങ്ങൾ, സമരക്കാർ നടത്തിയ രീതികൾ, സമരക്കാരുടെ പെരുമാറ്റ രീതികൾ എങ്ങനെയാണ് എന്ന് ഒന്ന് കണ്ടു നോക്കൂ. ചേട്ടാ, സമരം അനുകൂലിച്ച ആളാണോ? ഈ വാഹനങ്ങളൊക്കെ തടഞ്ഞു നിർത്തുന്നുണ്ടായിരുന്നല്ലോ, അപ്പൊ ചേട്ടൻ വാഹനത്തിലാണല്ലോ വന്നത്? ചേട്ടൻ ഇപ്പൊ വാഹനത്തിലാണല്ലോ ഉള്ളത്? ഞാൻ ഈ വാഹനത്തിലല്ല, ഇപ്പൊ വാഹനത്തിലല്ലേ? അപ്പൊ അത് നിങ്ങള് യാത്രക്കാരെ തടഞ്ഞു നിർത്തുകയും നിങ്ങൾ വാഹനത്തിൽ വരികയും ചെയ്യുന്നു എന്നുള്ളൊരു വിമർശനം നിൽക്കുന്നുണ്ട് സമരം തുടങ്ങിയപ്പോ തന്നെ. ആരാ പറഞ്ഞ?
ജനങ്ങൾ പറഞ്ഞു തുടങ്ങുകയാണ്. അതായത് ഇപ്പൊ ഒരു സ്ഥലത്ത് ഒരു സമരാനുകൂലിനെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് ജനങ്ങൾ തന്നെ. നിങ്ങൾ ഞങ്ങളെ വാഹനം ഓടിക്കാൻ സമ്മതിക്കാണ്ട് നിങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നോക്കുമ്പോ ചേട്ടനും ഇപ്പൊ വാഹനത്തിൽ തന്നെ ഇരിക്കുന്നു. അപ്പൊ അതൊരു തെറ്റായിട്ട് തോന്നില്ലേ? തോന്നുന്നില്ല. അതെന്താ? മനുഷ്യൻ വെള്ളം കുടിക്കണ്ടേ? ഇവിടെ ഇത്രയും ആൾക്കാർ സമരം ചെയ്യാൻ വേണ്ടിട്ട് അവർക്ക് വേണ്ടിയുള്ള ആഹാരവും കുടിവെള്ളവും ആരാണ് കൊടുക്കുന്നത്? നിങ്ങൾ കൊടുക്കണ്ടേ? അത് കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിട്ടാണ്. അപ്പൊ ഇത് നേരത്തെ എത്തിച്ചുകൂടായിരുന്നോ? എങ്ങനെ എത്തിക്കാൻ പറ്റും? വെള്ളം എത്തിക്കാൻ പറ്റുമോ? 5 മണിക്ക് ഇന്നലെ എത്തിക്കാൻ പറ്റുമോ? കുറച്ച് നേരത്തെ എത്തി. 5 മണി എന്ന് പറയുമ്പോ 4 മണിക്ക് എത്തിക്കായിരുന്നല്ലോ. എവിടെ നിന്ന് എത്തിക്കുന്ന 4 മണിക്ക്? അതെന്താ ഇപ്പൊ സമരം ഇന്ന് പെട്ടെന്ന് പ്രഖ്യാപിച്ചതല്ലോ? നിങ്ങളിപ്പോ ചോദിക്കുന്നത് പോലെ സമരക്കാര് ജനങ്ങളോട് സമരം ഇന്നലെ പ്രഖ്യാപിച്ചതല്ലേ എന്ന് ചോദിക്കുന്നു. സമരക്കാര് തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അറിയാലോ, കുറെ നാളായി. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ വെള്ളം എത്തിക്കുന്നത് അത് തെറ്റാന്നല്ല പറയുന്നത്. പക്ഷെ വെള്ളം എത്തിക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷെ നേരത്തെ എത്തിക്കാമായിരുന്നില്ല. നേരത്തെ എത്തിച്ച് വെള്ളം പല പ്രാവശ്യം വെള്ളം കൊടുത്തു, പല ആഹാരം കൊടുത്തു. ഞാക്കര നല്ല നല്ല ചൂട് വെള്ളം കൊടുത്തു, ആഹാരം കൊടുത്തു. എല്ലാം ഇന്നത്തെ ഊണടുത്ത് വരാൻ പോകുന്നു. ഇത്രയും പോരെ? അല്ല, അത് എത്തിക്കണം. അത് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞ. ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഈ സമരത്തിന്റെ ഇടയിൽ ഒരുപാട് ആളുകളെ വാഹനം തടഞ്ഞു നിർത്തിയിട്ടുള്ള ഒരുപാട് പ്രതിഷേധങ്ങൾ പലയിടങ്ങളിൽ നിന്ന് കണ്ടു. അപ്പൊ ഈ സമരം നിങ്ങൾ നടത്തുമ്പോ നിങ്ങൾ തന്നെ ഈ റൂൾസ് തെറ്റിക്കുകയല്ലേ ചെയ്യുന്നത്? അല്ല, ഒരു ഹർത്താലാകുമ്പോഴേ ഇത് സാധാരണ CPM-ന്റെയും കോൺഗ്രസിനും നടത്താണ്. അന്ന് ഏതെങ്കിലും വണ്ടി വാഹനം ഓടും. അപ്പൊ ഈ സാധാരണ എല്ലാ കടകളും അടയ്ക്കാറുണ്ട്. നമ്മൾ വരേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഞങ്ങൾ വന്ന് അടയ്ക്കേണ്ട അവസ്ഥ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ വരുന്ന ആൾക്ക് വെള്ളം കൊടുക്കുക, ആഹാരം ഞങ്ങളുടെ മാന്യതയാണ്. പിന്നെ റോട്ടേ പോകുന്ന എല്ലാവർക്കും വെള്ളം കൊടുക്കാൻ പറ്റില്ല. അവർ റോട്ടിൽ ഇറങ്ങാൻ പാടില്ല. അതാണ് നിയമം. ചോദ്യം ഉത്തരവ് രണ്ടായിട്ടാണ് വരുന്നത്. വെള്ളത്തിന്റെ കാര്യമല്ല ചോദിച്ചത്. ഈ വാഹനത്തില് പുള്ളി ഇപ്പൊ വന്നു, പുള്ളി വെള്ളം കൊടുക്കാൻ വേണ്ടി വന്നു എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളത്തിലേക്ക് പോയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ പുള്ളി ഇപ്പൊ വന്നത് വാഹനത്തിലാണ്. അതൊരു തെറ്റല്ലേന്നാ ചോദിക്കുന്നത്. ഇപ്പൊ വാഹനം ആരും ഇറക്കരുത് എന്ന് പറയുമ്പോ നിങ്ങൾ തന്നെ വാഹനം ഇറക്കുമ്പോ അതിന്റെ ഒരു യുക്തി എന്താണെന്നാണ് ചോദിക്കുന്നത്. അല്ലാണ്ട് സമരം, നിങ്ങളെ സമരവും നിങ്ങളെ ആവശ്യമൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ തന്നെ തെറ്റ് ചെയ്യുന്നില്ലേ എന്നാണ് ചോദ്യം. വെള്ളം വണ്ടി കൊടുക്കുന്നത് തെറ്റാണെന്നാണ് പറയുന്നത്. അതല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആണോ അല്ലേ? അത്രേ ഉള്ളൂ. ആണെങ്കിൽ എന്തുകൊണ്ട്, അല്ലെങ്കിൽ എന്തുകൊണ്ട്, അത്രേ ഉള്ളൂ. എന്തായാലും വെള്ളം വാങ്ങിക്കാൻ എന്തായാലും വണ്ടി വേണം. ആ വണ്ടി ഉപയോഗിച്ചെന്നുള്ളത്. അപ്പൊ തെറ്റും ശരിയൊക്കെ അവിടുന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി വെള്ളം എത്തിച്ചു, അത്രേ ഉള്ളൂ. എന്തായാലും ഇതാണ് ഇവര് പറയുന്നത്. പക്ഷെ നമ്മൾ ചില കാര്യങ്ങളിൽ യു ക്യാൻ ആസ്ക് ലോട്ട് ആൻഡ് ലോട്ട്സ് ഓഫ് ക്വസ്റ്റ്യൻസ്, ബട്ട് വി കനോട്ട് ആൻസർ ആസ് സച്ച്. നമ്മുടെ ബഹുമാനപ്പെട്ട CM പോകുന്ന പോലെ മേഡത്തിന് അറിയാമല്ലോ. അതുപോലെ നിങ്ങൾക്കും എനിക്ക് പോകാൻ പറ്റുമോ? ഇല്ല, അത് പറ്റത്തില്ല. Can you answer properly? Can you? You cannot. So, being you are so and so, you cannot ask so many questions simply. But you should not expect the answer such manner or such spirit or such method also. മലയാളികളാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ഇപ്പൊ ചേട്ടൻ ചോദിക്കുന്നത് ഞാൻ കഷ്ടപ്പെട്ട് മനസ്സിലാക്കായിരിക്കും. പക്ഷെ മലയാളികൾക്ക് മനസ്സിലാവണം. No. ഇപ്പോഴത്തെ LKG, madam, you see. Madam, I am an advocate. കാരണം നിങ്ങൾ എന്നെക്കാളും ഹൈലി എഡ്യൂക്കേറ്റഡ്. അതർവൈസ് യു കനോട്ട് ഡു ദിസ് വർക്ക്. ഇപ്പോൾ UKG സ്റ്റുഡൻസ് വരെ നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരാണ്. അതിപ്പോൾ മാഡത്തിന് അതിനെക്കുറിച്ചൊരു ബോധേടാവണ്ട. അത്തരത്തിൽ നിങ്ങൾ പിന്നെ ലീസ്റ്റ് ബോധേടാവണ്ട. ബിക്കോസ് നിങ്ങൾക്ക് ചില ഇത്രയും നടന്ന സംഭവങ്ങൾ ആ ഒരു കാര്യത്തിലാണല്ലോ മേഡം പിടിച്ചു കിടക്കുന്നത്. ശരിയല്ലേ? ഞാൻ നല്ല കാര്യം പറയാൻ തന്നെയാണ് വന്നത്. പക്ഷെ കാണുന്നത് നമ്മൾ ചോദിക്കാതിരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഈ ഒരു കാര്യത്തെ മാത്രം പൊക്കി ലോക്കൽ ഭാഷയെ പറഞ്ഞു. ഞാൻ ആ ഒരു കാര്യം മാത്രം എന്ന് പറയരുത്. ഞാൻ ആ കൂട്ടത്തിൽ ചോദിച്ചു എന്നുള്ളൂ. ആ ഒരു കാര്യം മാത്രമെന്നല്ല, ഞങ്ങൾ നിങ്ങളോട് അനുകൂലിച്ച് തന്നെയാണ് നിൽക്കുന്നത്. നിതിൻ രാജിന് നീതി കിട്ടണം എന്നുള്ളത് ഞങ്ങൾക്കും ഞങ്ങളുടെ ആവശ്യമാണ്. പക്ഷേ സോഷ്യൽ ക്രീച്ചർ മാഡം, you are the social creature and highly educated and civilized too. You should join with this. You should join, and after all you should support Nitin Raj because it is a part of you also too. നാളെ നിങ്ങൾക്ക് വന്നാലും നാളെ നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ വന്നാലും ഞങ്ങളൊക്കെ പോലുള്ള ആൾക്കാർ 100% കാണും. സംശയമൊന്നും വേണ്ട. അല്ല, അത് കാരണം ഈ ചോദ്യവും ഉത്തരവും തമ്മിൽ ഡൈവേർട്ട് ആയി പോകുന്നുണ്ട്. അതാണ് പ്രശ്നം. ചില കാര്യങ്ങളിൽ ചോദ്യ ഉത്തരം 2 വഴി കൂടെ തന്നെ പോവും. അതിനെയാണ് പറഞ്ഞത്. ഇവിടെ എത്രയോ നിയമങ്ങൾ പാസ്സാക്കുന്നു നമ്മുടെ നിയമസഭ. എന്നാൽ നിയമസഭയ്ക്ക് എങ്ങനെയാണ് നിയമസഭ? ഞങ്ങളല്ല മീഡിയക്കാരാണ്. അല്ല അങ്ങനെയല്ല. ഒരു കാര്യം പറയട്ടെ, മീഡിയക്കാര് വാഹനത്തിൽ വരിക എന്നുള്ളത് നിങ്ങൾ തന്നെ ഏത് സമരം ആണെങ്കിലും ഞങ്ങൾ വാഹനത്തിൽ വരാറുണ്ട്. നിങ്ങൾ ഒരു അത്യാവശ്യക്കാരായോണ്ടാണ് ഞങ്ങൾ അത് അനുവദിച്ചേക്കുന്നത്. മീഡിയക്കാരെന്നുള്ള നിലയിൽ നിങ്ങളൊരു ആവശ്യക്കാരാണ്, അതുകൊണ്ടാണ് വെച്ചാൽ അതുപോലെ ഒരു ആവശ്യമാണ് കുടിവെള്ളം എന്നുള്ളത് മനുഷ്യന്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഒരു ചെറിയ വാഹനം എടുത്ത് അപ്പുറത്ത് പോയി
വെള്ളം വാങ്ങേണ്ടി വരും. അത് ഇത്ര വലിയ തെറ്റാണോ? അല്ല അല്ല തെറ്റല്ല, ഞാൻ ചോദിച്ചു ഇത്ര പറഞ്ഞാൽ മതി, ഇതിന് ഇത്ര സമയം. അല്ലല്ല നിങ്ങൾ ഞാനൊരു കാര്യം ഒറ്റ കാര്യം ചോദിച്ചുള്ളൂ. നിങ്ങളുടെ സമരം വിജയിക്കുക എന്നുള്ളത് നിങ്ങളുടെ ആവശ്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സമരത്തിന് ഇറങ്ങുമ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് വാഹനങ്ങൾ തടഞ്ഞു നിർത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് രാവിലെ തന്നെ വാഹനങ്ങൾ തടഞ്ഞു നിർത്തിയതായിട്ടുള്ള റിപ്പോർട്ട് കേട്ടു. എന്തുകൊണ്ട് തടഞ്ഞു നിർത്തി എന്ന് ചോദിക്കുമ്പോൾ സമരാനുകൂലികൾ ചോദിക്കുന്ന ചോദ്യമാണ്, സമരം ഉണ്ട് എന്ന് അറിയിച്ചത് ഒരാഴ്ചക്ക് മുന്നേ അറിയിച്ചതാണ്. അപ്പോൾ ഇന്ന് പുറത്തിറങ്ങാതിരിക്കേണ്ടത് ഓരോ വ്യക്തികൾ എടുക്കേണ്ടുന്ന തീരുമാനമാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ സാധാരണക്കാരോട് പറയുന്ന നിങ്ങൾ തന്നെ വാഹനത്തിൽ വന്നത് ഞാൻ കണ്ടോണ്ടാണ് ചോദിച്ചത്, അല്ലാണ്ട് ഞാൻ നിങ്ങൾ വരുന്നത് വരെ കാത്തു നിന്നല്ല. ഞാൻ സ്വാഭാവികമായിട്ട് എന്താണ് നിങ്ങളുടെ ഒരു നിലപാട്, ഇതുവരെ എത്തി സമരം എന്ന് അറിയാൻ വേണ്ടി വന്ന ഒരാളാണ്. അപ്പോഴാണ് നിങ്ങൾ വാഹനത്തിൽ ഇരിക്കുന്നത് കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, അല്ലാതെ അതുകൊണ്ടാണ് പറഞ്ഞത്. അത് പറയാൻ ഇത്രയും സമയം എടുത്തു എന്നുള്ളതാണ് പ്രശ്നം. ചെറിയ ചില അത്യാവശ്യ കാര്യങ്ങളിൽ കുടിവെള്ളം പോലുള്ള ഇത്രയും ചൂടുള്ള സമയത്ത് അറിയാമല്ലോ, ഈ അത്യാവശ്യ കാര്യങ്ങളിൽ ഇവിടെ നിന്ന് കുറച്ച് അപ്പുറം വരെ വാഹനം എടുത്തുകൊണ്ട് പോകുന്നത് വലിയ തെറ്റാണോ, അല്ലെങ്കിൽ ഹർത്താൽ വിരുദ്ധമൊന്നും അല്ലല്ലോ? ഇല്ല, അത് തെറ്റല്ല. പക്ഷെ അത് പറയാൻ ചേട്ടൻ സമയം എടുത്തോണ്ടാണ് എനിക്കൊരു കൺഫ്യൂഷൻ വന്നല്ലാതെ തെറ്റാണെന്ന് ഞങ്ങൾ പറഞ്ഞില്ല. കൺഫ്യൂഷൻ ശരിയാക്കണം. നിങ്ങൾക്ക് സമാധാനമാകുമായിരുന്നോ? ഞങ്ങൾ വെള്ളം കൂടെ കുടിക്കാതിരുന്നെങ്കിൽ നിങ്ങൾക്ക് സമാധാനമാകുമായിരുന്നോ? അല്ല, അതല്ല, ഇതിപ്പോ നിങ്ങൾ ചെയ്യുന്നത് ഒരു കൊച്ചു കുട്ടി ഒരു കൈക്കുഞ്ഞിനെയും വെച്ചുകൊണ്ട് ഒരു സ്ത്രീ നിന്ന് അവരടുത്ത് ചെന്നിട്ട് നിങ്ങളെ മീഡിയക്കാരെന്ന് പറയുന്നത് ഞങ്ങൾ പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്നില്ല. ജനങ്ങൾക്കുണ്ടാകുന്ന ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നത് അത്ര തന്നെയാണ്. നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് കാര്യങ്ങൾ ചോദിക്കും. ഘാതകരിൽ ഒരാളായ ഡോക്ടർ റാമിനെ ഇതുവരെയായിട്ടും അറസ്റ്റ് ചെയ്തിട്ടില്ല. അതിനെപ്പറ്റി മാഡത്തിന് എന്താ പറയാനുള്ളത്? ഞാൻ എന്റെ വ്യക്തിപരമായ കാര്യങ്ങളല്ല ചോദിക്കുന്നത്. ജനങ്ങൾ ഈ പറയുന്നത് ഇങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചു. അപ്പൊ ഞങ്ങൾ ചോദിക്കുകയാണ്, മീഡിയക്കാർക്ക് എന്താണ് ചേട്ടൻ അറിയോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ നിതിൻ രാജിന്റെ വീട്ടിൽ പോയി കൃത്യമായിട്ട് അവർക്ക് പറയാനുള്ളതാണ് അതുപോലെ തന്നെ കൊടുത്ത ഒരു മാധ്യമമാണ്. ഞങ്ങളത് ഇപ്പോഴും അത് തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് നിങ്ങൾ ഇപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ബോധ്യപ്പെടുത്തണം. അതിപ്പോ ചോദിച്ചതാണെങ്കിൽ അല്ലെങ്കിൽ എത്ര ദിവസം ആ വാർത്ത കൊടുത്തു? എത്ര ദിവസം വാർത്ത കൊടുത്തു? ഞാൻ കഴിഞ്ഞ ദിവസം വരെ മലയാളി വാർത്തയിൽ എടുത്തു. ഇല്ല, മലയാളി വാർത്ത എന്ന് പറഞ്ഞ ചാനലിൽ എടുത്തു നോക്കിയാൽ മനസ്സിലാവും. കൊടുത്ത് വാർത്ത കൊടുത്ത് എനിക്കറിയാം. ഒരാൾക്ക് മുൻകൂർ ജാമ്യം കൊടുത്തു. റാമിനെ ഇതുവരെ അറസ്റ്റ് ചെയ്തില്ല. ഇതിനപ്പോ നിങ്ങൾ എത്ര ദിവസം വാർത്ത കൊടുത്തു? ഇന്ന് 15ാമത്തെ ദിവസമാണ്. എത്ര ദിവസം നിങ്ങൾ മീഡിയക്കാർ വാർത്ത കൊടുത്തു? ഇവര് പറഞ്ഞു വരുന്നത് റീച്ചിന് വേണ്ടി നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞതാണ്. നമ്മൾ ഒരിക്കലും അങ്ങനെ സമരം പൊളിഞ്ഞു എന്ന് പറയാനോ അല്ലെ അങ്ങനെ ഒരു ഉദ്ദേശത്തിൽ വന്നില്ല. പക്ഷെ കണ്ട സ്ഥിതിക്ക് ഞാൻ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും നിതിൻ രാജിന്റെ ഈ ഒരു സമരവുമായി ബന്ധപ്പെട്ട് ബാക്കി അദ്ദേഹം പറയും. ഈ ഒരു പ്രത്യേക സാഹചര്യം ഇപ്പൊ ക്ലൈമറ്റ് മാഡം, നിങ്ങൾ പറഞ്ഞ തെറ്റൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞത് വെരി ജെന്യുവൻ ആൻഡ് വെരി റീസണബിൾ ക്വസ്റ്റ്യൻ. ഈ ഒരു പർട്ടിക്കുലർ സ്പോട്ടില് മേഡത്തിന് പെട്ടെന്ന് ഈ ദാഹം കൂടി വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടൂടെ വന്നാൽ പോലും ഞങ്ങൾ വണ്ടി എടുത്തോണ്ട് ഇവിടെ വെള്ളം കൊണ്ടുവരും, ഞങ്ങൾ ബാധിക്കണം. ബിക്കോസ് ബേസിക്കലി വി ആർ ആൾ ഹ്യൂമൻ ബീങ്സ്. ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അതിൽ മാത്രം നമ്മൾ പിടിച്ചു നിന്നുകൊണ്ട് അതിലൊരു ലെയിം എക്സ്ക്യൂസ് വഴി ഞങ്ങളുടെ ഈ സമരത്തെ മറ്റൊരു തലത്തിലേക്ക് കാണരുതെന്നുള്ളതാണ് സമരം പൊളിക്കാൻ വേണ്ടി നിരവധി ആളുകൾ ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. ഞങ്ങൾ കാര്യം നിങ്ങള് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയെന്ന് പറഞ്ഞു. അത് ചില സമയങ്ങളിൽ നിങ്ങൾക്ക് വാർത്ത കിട്ടാൻ വേണ്ടിയായിരിക്കാം. പക്ഷെ ഞങ്ങളുടെ ആൾക്കാർ പോയെന്ന് വെച്ചാല് ഇത് ഞങ്ങളുടെ നിലനിൽപ്പിന്റെ ഒരു വിഷയമായിട്ട് പോയത്. നിങ്ങൾ രണ്ട് ആംഗിളിൽ നിന്ന് കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ മേഡത്തിനോട് പറഞ്ഞത്. വീണ്ടും പറയുന്നു, ഡ്യൂ റെസ്പെക്ട് ആൻഡ് ലവ് ആൻഡ് പീസോട് പറയാണ്, മറ്റൊരു മോശമായിട്ടല്ല. എന്തായാലും മേഡം ഈ ഇടയ്ക്കൂടെ ഇട്ട് അതിട്ട് കുത്തി തിരിച്ചതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്.